കേരളം ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ രൂക്ഷമായ രീതിയിലുള്ള വാക്പോരുകൾ നടക്കുന്നത് കാണുന്നത്. ഇതിനു മുമ്പുള്ള ഗവർണർമാരും മുഖ്യമന്ത്രിമാരും തമ്മിലൊക്കെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്ര കലുഷിതമായ രീതിയിലുള്ള പ്രത്യാരോപണങ്ങളൊന്നും വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയായ SFI പ്രവർത്തകർ കേരളത്തിന്റെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെ തിരുവനന്തപുരത്തിന്റെ നഗരമധ്യത്തിലിട്ട് തടയുകയും കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുകയും അദ്ദേഹത്തിന്റെ കാറിന്റെ ചില്ല് തല്ലി തകർക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. കരിങ്കൊടി കാട്ടിയ ഉടൻ തന്നെ കേരളത്തിന്റെ ഗവർണർ തന്റെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. യാതൊരു തരത്തിലുള്ള സുരക്ഷയും നോക്കാതെ കാറിൽ നിന്ന് പുറത്തിറങ്ങി വലിയ രീതിയിൽ മാധ്യമങ്ങളെ കണ്ട് തന്റെ പ്രതിഷേധം അറിയിക്കുന്നു. മുഖ്യമന്ത്രിയെ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ശക്തമായി പ്രതിഷേധിക്കുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അദ്ദേഹം ഒരു ഗൂഢാലോചനയുടെ തലവനാണെന്ന് പറയുന്നു. അത്രമാത്രം രൂക്ഷമായി ഗവർണറെ കേരള ജനത കണ്ടിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാവാം ഗവർണർ അങ്ങനെ ഒരു നിലപാട് അവിടെ സ്വീകരിച്ചത്? തീർച്ചയായും അദ്ദേഹം അതിൽ നിന്നൊരു രാഷ്ട്രീയ നേട്ടം ആഗ്രഹിക്കുന്നു. ആ രാഷ്ട്രീയ നേട്ടത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം അവിടെ നടത്തിയത്. എന്നിരുന്നാൽ പോലും പിന്നീട് ഈ പ്രശ്നം മുഖ്യമന്ത്രിയിൽ നിന്നും, അതായത് ആദ്യം മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കുനേരായിരുന്നു പോരടിയെങ്കിൽ പിന്നീട് ഗവർണർ ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് മാറുന്നു. മന്ത്രിമാരും SFI പ്രവർത്തകരും DYFI പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കുന്നു. രാജ്ഭവനിൽ അടക്കമുള്ളിടത്ത് അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധമുയരുന്നു. അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം നടത്തുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ കുറെ കാലങ്ങളായി നിശബ്ദമായിരുന്ന SFIക്കും DYFIക്കും ഒക്കെ പ്രതിഷേധിക്കുവാൻ ഒരു കളം രാജ്ഭവന് മുമ്പിലും അല്ലെങ്കിൽ ഗവർണർക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ പ്രതിഷേധിക്കുവാൻ ഇടം ലഭിക്കുന്നു. അവരിത് കൃത്യമായി പ്രയോഗിക്കുകയും ചെയ്യുന്നു, ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പം ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലല്ല പ്രശ്നം. ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഇടതുപക്ഷ സർക്കാരിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFIയും ഗവർണറും തമ്മിലാണ് നേർക്കുന്നത്. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും ആർഷോയും തമ്മിലാണ് പോരാട്ടം. തിരുവനന്തപുരത്തിന്റെ നഗരമധ്യത്തിലിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുകയും കരിങ്കൊടി വീശുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെ അദ്ദേഹം ശക്തമായി പ്രതികരിക്കുന്നു. ആ പ്രതികരണത്തോടുകൂടി അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സജീവമാകുന്നു. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള പ്രതികരണമായിരുന്നു ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. തനിക്കെതിരെ അക്രമം അഴിച്ചുവിട്ട SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്ന് ഗവർണർ പറയുന്നു. അത് എടുക്കുകയും ചെയ്യുന്നു. ജാമ്യം ലഭിക്കാതെ അവരിപ്പോൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുകയാണ്. SFI എന്നത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. വിദ്യാർത്ഥികൾ അവരുടെ പ്രതിഷേധങ്ങൾ അഴിച്ചുവിടുമ്പോൾ അതിൽ പക്വപരമായ രീതിയിലുള്ള നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് SFIക്ക് ഒപ്പം ഒരു ചെറുപ്പക്കാരന്റെ ആർജവത്തോടു കൂടി SFIയെ എന്ത് വില കൊടുത്തും നേരിടുമെന്ന തന്റെ അടുത്തോടു കൂടി തന്നെയാണ് ഗവർണർ നിൽക്കുന്നത്. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഇവിടുത്തെ KSU പ്രവർത്തകർ, ഇവിടുത്തെ ABP പ്രവർത്തകർ അടക്കമുള്ള മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും ഒക്കെ നേർക്ക് നേർ നിന്ന് പോരടിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ മർദ്ദിച്ച് ഒരു കോണിലേക്ക് അവശരാക്കി മാറ്റി നിർത്തുന്ന DYFIക്കും SFIക്കും ഒക്കെ എതിരെ ഗവർണർ എന്ന ഒറ്റ മനുഷ്യൻ, പ്രായം ചെന്ന ഒരു മനുഷ്യൻ, ഗവർണർ എന്ന തന്റെ അധികാര പരിധിയുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ്. SFI കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു പ്രൈഡ് ഉണ്ട്. അതായത് തങ്ങളുടെ മുകളിലല്ല ഇവിടുത്തെ ഒരു ശക്തികളും, തങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ നിൽക്കുന്നതാണ് കേരളത്തിലെ എന്ത് നടപടികളും എന്നൊക്കെയുള്ള ആ ഒരു പ്രൈഡിനെയാണ് ഗവർണർ ഇവിടെ തച്ചുടയ്ക്കുന്നത്. അതായത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ആർഷോ പറയുന്നു, ഗവർണറെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്നല്ല കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിക്കകത്തേക്കും കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങൾ അത്രയും തന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ താൻ ആർജിച്ചെടുത്ത രാഷ്ട്രീയ കരുനീക്കങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, ആർജവമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ പറയുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലല്ല ഏത് യൂണിവേഴ്സിറ്റിയിലും താൻ കയറി ചെല്ലും എന്ന് ഉറപ്പിക്കുന്ന മട്ടിലേക്കുള്ള നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഗവർണർ. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കാൻ പോകുന്ന ഒരു സെമിനാർ, 18-ാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കാൻ പോകുന്ന ഒരു സെമിനാറിൽ താൻ പങ്കെടുക്കുമെന്നും 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ താൻ ഉണ്ടാകും എന്നും അറിയിക്കുകയാണ് ഗവർണർ. അതായത് ഞാൻ അവിടെ ഉണ്ടാകും, SFI അല്ല, DYFI അല്ല, CPM അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആർക്ക് വേണമെങ്കിലും, ആർക്കാണ് ധൈര്യം, തന്നെ തൊടാൻ ധൈര്യം ആർക്കാണെന്ന വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ താൻ അവിടെ ഉണ്ടാകും. ആർഷോ അല്ല, പിണറായി വിജയൻ അടക്കം ആര് വന്നാലും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ്. ആ SFIയുടെ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അറിയേണ്ടത് SFIയുടെ പ്രഖ്യാപനം ഏത് തരത്തിൽ മാറുമെന്നുള്ളതാണ്. അതായത് ആർഷോ പറയുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലല്ല കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ആർഷോ പറയുമ്പോൾ, മറുവശത്ത് ഗവർണർ 16-ാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഹൗസിൽ എത്താൻ പോകുന്നു. 18-ാം തീയതി വരെ അദ്ദേഹം അവിടെ ഉണ്ടാകും. ആർഷോയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
ഇത് ഗവർണറാണ്, ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, ഒരു വ്യക്തിയാണ്, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. സുരക്ഷാ വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ എല്ലാം വിമർശനം ഉള്ളതുകൊണ്ട് ശക്തമായി തന്നെ പോലീസ് സേനയുണ്ടാകും, മറ്റ് സെക്യൂരിറ്റികൾ ഉണ്ടാകും. ഈ സെക്യൂരിറ്റി എല്ലാം മറികടന്നുകൊണ്ട് ഗവർണറെ ഒന്ന് സ്പർശിക്കുവാൻ പോലും സാധിക്കുമോ? കേരളത്തിലെ SFIക്ക്, കേരളത്തിലെ DYFIക്ക്, കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറിയായ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോയ്ക്ക് എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇത് ഗവർണറുടെ ഒരു വെല്ലുവിളി തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. കാരണം അദ്ദേഹം ആദ്യം താമസം, തന്റെ ഈ സെമിനാറുമായി ബന്ധപ്പെട്ട താമസം ആദ്യം തീരുമാനിച്ചിരുന്നത് കോഴിക്കോട്ടെ ഗസ്റ്റ് ഹൗസിലായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നത്, SFIയുടെ വലിയ കരിങ്കൊടി പ്രതിഷേധം നടക്കുന്നത്. അപ്പോൾ ഗവർണർ തീരുമാനിക്കുകയാണ്, എന്നാൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വേണ്ട, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ പോയി താമസിക്കണം. 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ നിർബന്ധമായും അവിടെ തന്നെ ഉണ്ടാവണം. SFIക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് കാണട്ടെ എന്ന ഒരു വെല്ലുവിളി തന്നെയാണ് അദ്ദേഹം അവിടെ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിൽക്കാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ഗവർണർ താമസം മാറ്റിയത്. ഇനി അറിയേണ്ടത് അവിടുത്തെ പ്രതിഷേധങ്ങൾ, അവിടുത്തെ പ്രക്ഷോഭങ്ങൾ ഏത് തരത്തിലേക്ക് പോകും? വലിയ ലഹളകളിലേക്ക് പോകുമോ? SFI ഗവർണറെ തടയുമോ? തടഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? കേരള പോലീസ് ആർക്കൊപ്പം നിൽക്കും? ഗവർണർക്കൊപ്പം നിൽക്കുമോ? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയന്റെ പോലീസ് സർക്കാരിനൊപ്പം നിൽക്കുമോ, അതോ ഇവിടുത്തെ ഗവർണർക്കൊപ്പം നിൽക്കുമോ എന്ന വലിയൊരു ചോദ്യമുണ്ട്. ഇവിടെ SFI എല്ലാ കാലഘട്ടങ്ങളിലും തടയണമെന്ന് വിചാരിച്ചവരെല്ലാം തടഞ്ഞിട്ടുള്ള SFIക്ക് ഇത്തവണ ഗവർണറെ തടയാൻ സാധിക്കുമോ എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റെടുത്ത വെല്ലുവിളിയെ അദ്ദേഹത്തിന് വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കുമോ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. SFIക്ക് കരിങ്കൊടി കാണിക്കുവാൻ ഒത്താശ നൽകിയിരുന്നു പോലീസ് എന്ന് തെളിയിക്കുന്ന ചില നിഗമനങ്ങളുണ്ട്. ഒന്ന്, പോലീസിന്റെ വാഹനം SFIക്കാർ വന്നപ്പോൾ കുറച്ചുകൂടെ പതിയെ പോകാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഗവർണറുടെ കാറിനരികിലേക്ക് ഓടിയെത്താൻ സാധിച്ചത്. ഗവർണറുടെ റൂട്ട് മാപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് നൽകി എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദ റിപ്പോർട്ട് ഇന്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുമുണ്ട്. പോലീസിന്റെ വീഴ്ചയടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായ ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും കേരള പോലീസ് മേധാവി രാജ്ഭവനിൽ അറിയിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം. എന്തായാലും ഇനി അറിയേണ്ടത് 16-ാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്താണ് നടക്കാൻ പോകുന്നത്, ആര് വാഴും ആര് വീഴും എന്നറിയേണ്ടതുണ്ട്. SFI ഗവർണർക്ക് മുമ്പിൽ മുട്ടുകുത്തുമോ എന്നറിയേണ്ടതുണ്ട്. സർക്കാർ തന്റെ പോലീസ് സന്നാഹങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ മധ്യത്തിലിട്ട് ഗവർണറെ ബുദ്ധിമുട്ടിച്ചതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണറെ കയറാൻ കഴിയാത്ത തരത്തിലേക്ക് കൂച്ചുവിലങ്ങിട്ട് പൂട്ടുമോ എന്നതും അറിയേണ്ടതുണ്ട്.